ഹായ് എവരി വൺ. ഇത് നമ്മുടെ ബംഗാളി ക്ലാസിന്റെ 6ാമത്തെ വീഡിയോ ആണ്. തൊട്ടു മുൻപത്തെ 2 വീഡിയോകളിൽ, അതായത് 4ാമത്തെയും 5ാമത്തെയും വീഡിയോകളിൽ നമ്മൾ 2 ക്രിയകൾ പഠിച്ചു ബംഗാളിൽ പറയുന്നത് എങ്ങനെയാണെന്ന്. ഒന്ന് വാ എന്ന് പറയാനും പിന്നെ ഒന്ന് പോ എന്ന് പറയാനും. വാ എന്ന് പറയാനായിട്ട് ആഷോ ആഷു ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ പോ എന്ന് പറയാനായിട്ട് ജാവു ജാൻ. പിന്നെ ഇതിനൊപ്പം തന്നെ ഈ വാ എന്ന് പറയുന്നതും പോ എന്ന് പറയുന്നതിനൊപ്പമായിട്ട് 3 കാലങ്ങളിലും, അതായത് വർത്തമാനകാലം, ഭാവി കാലം, ഭൂതകാലം, ഇതിൽ എല്ലാ സബ്ജക്റ്റും വെച്ചിട്ട്, അതായത് ഞാൻ, നീ, നമ്മൾ, ഞങ്ങൾ, നിങ്ങൾ, നമ്മൾ വീണ്ടും പറഞ്ഞു, അവൻ, അവൾ, അവർ എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ മാറി മാറി വരുന്ന നേരത്ത് എങ്ങനെയാണ് സെന്റൻസുകൾ മാറി വരുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാം. ഇപ്പം വാ എന്ന് പറയുന്നതിന്, അതായത് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയെല്ലാം. പിന്നെ അതിന്റെ ഭൂതകാലം, ഞാൻ വന്നു, നീ വന്നു, നിങ്ങൾ വന്നു, നമ്മൾ വന്നു, ഞങ്ങൾ വന്നു, എല്ലാം. അതേപോലെ തന്നെ ഭാവി കാലം, അതായത് ഞാൻ വരും, നീ വരും, നിങ്ങൾ വരും, നമ്മൾ വരും, ഞങ്ങൾ വരും, എല്ലാം. പിന്നെ അതേപോലെ തന്നെ പോകൂ എന്ന് പറയുന്നതിനും അതേപോലെ തന്നെ, അതായത് ഞാൻ പോയി, നീ പോയി, നിങ്ങൾ പോയി, നമ്മൾ പോയി, ഞങ്ങൾ പോയി, അവൻ പോയി, അവൾ പോയി, അങ്ങനെയെല്ലാം. ഇനി വർത്തമാനകാലത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം. പിന്നെ ഭാവി കാലവും, അതായത് ഞാൻ പോകും, നീ പോകും, നമ്മൾ പോകും, എല്ലാം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, വരും, വന്നു, ഈ 3 വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് വന്നാലും, ഞാനാണെങ്കിലും, നീ ആണെങ്കിലും, നമ്മളാണെങ്കിലും, അവനാണെങ്കിലും, അവരാണെങ്കിലും, എല്ലാത്തിനും അത് തന്നെയാണ്. അതായത് ഞാൻ വന്നു, അവൻ വന്നു, അവൾ വന്നു, പട്ടി വന്നു, പൂച്ച വന്നു, എല്ലാത്തിനും വന്നു തന്നെയാണ്. പക്ഷേ മറ്റുള്ള ഭാഷകളിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതേപോലെ തന്നെ ഏത് ക്രിയ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഓരോ സബ്ജക്റ്റിനും ഓരോ വ്യത്യസ്തമായ ക്രിയാരൂപങ്ങളാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി 2 ക്രിയകൾ കവർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, വാ എന്ന് പറയുന്നതും പോ എന്ന് പറയുന്നതും. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാമത്തെ ഒരു ക്രിയയാണ്. ഈ ക്രിയയിൽ നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും വെച്ച് ഞാൻ, നീ, നമ്മൾ, ഞങ്ങൾ, നിങ്ങൾ എല്ലാം വെച്ച് കഴിഞ്ഞ് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഇതിലൊക്കെ എങ്ങനെയൊക്കെ സെന്റൻസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന 3ാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയൂ എന്നെങ്ങനെയാണ് ബംഗാളിൽ പറയുന്നത്. ബഹുമാനത്തോടെ എങ്ങനെ പറയാം, കുട്ടികളോട് എങ്ങനെ പറയാം, അല്ലെങ്കിൽ ബഹുമാനമില്ലാതെ എങ്ങനെ പറയാം. അതേപോലെ തന്നെ ഈ പറയുക എന്ന് പറഞ്ഞ ആ ഒരു ക്രിയയെ എല്ലാ കാലത്തിലും, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. അപ്പോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, നീ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞു, എല്ലാം. ഞാൻ പറയും, നിങ്ങൾ പറയും, അവൻ പറയും, അവൾ പറയും. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും സംഭവങ്ങൾ. പിന്നെ ഇതിനെ എങ്ങനെ ചോദ്യമായിട്ട് ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താണ് പറഞ്ഞത്, നീ എന്താണ് പറഞ്ഞത്, നിങ്ങൾ എന്താണ് പറഞ്ഞത്, അവൻ എന്താണ് പറഞ്ഞത്, അവൾ എന്താണ് പറഞ്ഞത്. പിന്നെ ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലം, ഭാവികാലം, എല്ലാം. ഓക്കെ, എല്ലാം എന്തൊക്കെയാണ് അന്നേരം പറയാം. ഇപ്പോൾ തന്നെ പറഞ്ഞ് വീഡിയോ എക്സ്ട്രാ ലോങ് ആക്കുന്നില്ല, ഓൺലി ലോങ് ആകും. ഓക്കെ, അപ്പം വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ബംഗാളി ഫ്രം എ മലയാളി. ബംഗാളിയിൽ പറയൂ എന്ന് പറയാനുള്ള വാക്കാണ് ബോൽ. ഇത് കുട്ടികളോടോ അല്ലെങ്കിൽ അധികം ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. മുതിർന്നവരോടോ അല്ലെങ്കിൽ ബഹുമാനം കൊടുത്തു പറയുമ്പോഴോ അല്ലെങ്കിൽ അപരിചിതരോടൊക്കെ സംസാരിക്കുന്ന നേരത്ത്, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്ന നേരത്ത് നമ്മൾ പറയേണ്ടത് ബോലൂൻ എന്നാണ്. ബോലൂൻ. മുൻപ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാ എന്ന് പറയാനായിട്ട് ആഷോ, വന്നാലും എന്ന് ബഹുമാനത്തോട് പറയാനായിട്ട് ആഷൂൻ എന്നാണല്ലോ. ജാവു ജാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകൂ. ജാവു എന്ന് വെച്ചാൽ കുട്ടികളോട്, പിന്നെ ബഹുമാനത്തോടെ പറയുന്നതാണ് ജാൻ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ന, നീ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബഹുമാനം കൊടുത്തു പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ ആപ്നി എന്ന് പറഞ്ഞ നീ എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ ആപ്നി ആഷൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വന്നാലും. അതേപോലെ തന്നെ ഇവിടെ ബോലൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനത്തോടെ പറഞ്ഞാലും എന്ന് പറയുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ ഭാവികാലം വെച്ച് തുടങ്ങാം. കാരണം ഏറ്റവും സിമ്പിൾ അതാണല്ലോ. ഭാവികാലത്തിൽ ഞാൻ പറയും എന്ന് പറയാനായിട്ടുള്ള വാക്കിങ്ങനെയാണ് ആമി ബോൽബോ. ഓക്കെ, ആമി ബോൽബോ. ഇനി നീ പറയും എന്ന് പറയാനായിട്ട് തുമി ബോൽബേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുമി എന്ന് പറയുന്ന നേരത്ത്, അതായത് നീ എന്ന് പറയുന്ന നേരത്ത് എന്തൊക്കെയാണോ അതിനെയാണ് അവൻ, അവൾ, അവർ എന്നിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, എന്തായാലും ആദ്യത്തും ഞാൻ പറഞ്ഞു തരാം. അപ്പം തുമി ബോൽബേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറയും. താങ്കൾ പറയും, ബഹുമാനത്തോടെ ഒരാളെ അഭിസംബോധന ചെയ്ത് താങ്കൾ പറയുന്നു പറയാനായിട്ട് ആപ്നി ബോൽബേൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അവൻ പറയുന്നു പറയാനായിട്ട് ഷേ ബോൽബേ.
അവൾ പറയുന്നു പറയാനായിട്ടും ഷേ ബോൽബെ തന്നെയാണ്. കാരണം ഷേ എന്ന് പറയുന്നതിന് അവനെന്നും അവളെന്നും അർത്ഥമുണ്ട്. പിന്നെ അവർ പറയുന്നു പറയാനായിട്ട് താര ബോൽബെ. ഓക്കെ, ഇനി അദ്ദേഹം പറയും എന്ന് പറയാനായിട്ട് ഈ അദ്ദേഹം എന്ന് പറയുന്ന നേരത്ത് അവനാകാം അവളാകാം, അതായത് പുരുഷനാകാം സ്ത്രീയാകാം. അതിന് പറയുന്നതാണ് തിനി ബോൽബേൻ. അപ്പൊ ഭാവി കാലം ഇത്രയും സിമ്പിൾ ആണ്. അമി ബോൽബോ, അയ്യോ പറയാൻ വിട്ടു പോയൊരു കാര്യമുണ്ട്, നമ്മൾ പറയും പിന്നെ ഞങ്ങൾ പറയും. നമ്മളെന്നും ഞങ്ങളെന്ന് പറയാനായിട്ട് ആമ്ര എന്നായതുകൊണ്ട് ആമ്ര ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ആമ്ര ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയും. അപ്പൊ ഭാവി കാലം ഇത്രയും സിമ്പിൾ ആണ്. അമി ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, ആമ്ര ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ആമ്ര ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയും, തുമി ബോൽബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറയും, ആപ്നി ബോൽബെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പറയും. അവൻ പറയുന്നു പറയാനായിട്ട് ഷേ ബോൽബെ, അവൾ പറയുന്നു പറയാനായിട്ടും ഷേ ബോൽബെ. ഇനി അവർ പറയുന്നു പറയാനായിട്ട് താര ബോൽബെ, അദ്ദേഹം പറയുന്നു പറയാനായിട്ട് തിനി ബോൽബേൻ. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഭാവി കാലം. ഇനി നേരെ വർത്തമാന കാലത്തിലേക്ക് വരാം. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വാക്കാണ് അമി ബോൽച്ചി. നിങ്ങൾ, നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന വാക്കാണ് തുമി ബോൽച്ചോ. ഇനി താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന വാക്കാണ് ആപ്നി ബോൽച്ചേൻ. ഓക്കെ, ഇനി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രണ്ടും കൂടി ഉള്ള വാക്കാണ് ഷേ ബോൽച്ചേ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ടും താര ബോൽച്ചേ എന്നാണ്. ഇനി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് തിനി ബോൽച്ചേൻ. ഓക്കെ, വർത്തമാനകാലവും അത്രയും സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ നമ്മുടെ ഭൂതകാലം. എന്തുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാം. ഭൂതകാലത്തിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ ടെൻസുകളാണ്. ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസും പിന്നെ ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും. ഓക്കെ, ആദ്യം ഞാൻ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ബംഗാളി നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് മാത്രം പഠിച്ചാൽ മതി. പ്രസന്റ് പെർഫെക്റ്റ് പഠിക്കണമെന്നില്ല, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ഭൂതകാലത്തിൽ സിമ്പിൾ പാസ്റ്റിൽ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് അമി ബോലേച്ചി. ഓക്കെ, വർത്തമാനകാലത്തിൽ അമി ബോൽച്ചി ആണ്. അവിടെ ഇല്ലാണ്, ഇവിടെ ലേ ആണ്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്, വേറെ വേറെ വാക്കുകളാണ്. അമി ബോൽച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമി ബോലേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞു പോയ കാലമാണ് എന്ന് വെച്ചാൽ ഭൂതകാലമാണ്. ഇനി നീ പറഞ്ഞു എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് തുമി ബോലേച്ചോ. മുൻപ് ഞാൻ പറഞ്ഞത് ബോൽച്ചോ, ഇവിടെ ബോലേച്ചോ. അപ്പം അവിടെ എന്തൊക്കെയാണ് ഇൽ എന്ന് പറഞ്ഞ അവസാനിക്കുന്നത്, ഇൽ എന്ന് പറഞ്ഞ നടുവിൽ വരുന്നത്, ഇവിടെ അതെല്ലാം ലേ ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അമി ബോൽച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമി ബോലേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഓക്കെ, രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകുന്നില്ല, ഓൾറെഡി വർത്തമാനകാലം കഴിഞ്ഞാണല്ലോ, ഭൂതകാലം മാത്രം പറയാം. ഓക്കെ, അമി ബോലേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, തുമി ബോലേച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞു, താങ്കൾ പറഞ്ഞു എന്ന് പറയാനായിട്ട് ആപ്നി ബോലേച്ചേൻ. ഓക്കെ, ആപ്നി ബോലേച്ചൻ. ഇനി അവൻ അവൾ അവർ എല്ലാത്തിനും കൂടി ഒറ്റ വാക്കാണ്. അവൻ പറഞ്ഞു എന്ന് പറയാനായിട്ട് ഷേ ബോലേച്ചേ, അവൾ പറഞ്ഞു എന്ന് പറയാനും ഷേ ബോലേച്ചേ, അവർ പറഞ്ഞു എന്ന് പറയാനായിട്ട് താര ബോലേച്ചേ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അദ്ദേഹം എന്ന് പറയാനായിട്ട് തിനി ബോലേച്ചേൻ. ഓക്കെ, പിന്നെ നമ്മൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞില്ല. നമ്മൾ എന്ന് പറയാനായിട്ട് ആമ്ര, ഞങ്ങൾ എന്ന് പറയാനായിട്ട് ആമ്ര. ആമ്ര ബോലേച്ചി. ഓക്കെ, ഞാൻ എന്ന് പറയുന്ന നേരത്ത് എന്താണ് വരുന്നത്, അതായത് അമിക്ക് എന്താണോ അത് തന്നെയാണ് ആമ്രയ്ക്ക് വരുന്നത്. അപ്പോൾ ആമ്ര ബോലേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ആമ്ര ബോലേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇതും ഭൂതകാലം തന്നെയാണ്, കുറച്ച് വ്യത്യാസമാണ് ഇതിന്റെ ഒരു ഘടന. പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു എന്ന് പറയാനായിട്ട്, അതായത് പ്രസന്റ് പെർഫെക്റ്റിൽ സമയം പറയാതെ ഒന്നുകിൽ ഇപ്പൊ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് സമയം അറിയില്ല. ഓക്കെ, അങ്ങനെയുള്ള പറയുന്നതാണ് ആമി ബോലെച്ചിലാം. ഓക്കെ, വലിയ വ്യത്യാസമില്ല, എന്നാലും കുറച്ച് ടഫ് ആവാൻ സാധ്യതയുണ്ട് എല്ലാം കൂടി പഠിക്കുന്ന നേരത്ത്. ഞാൻ പറഞ്ഞു പറയാനായിട്ട് ആമി ബോലെച്ചിലാം. ഇനി നീ പറഞ്ഞു എന്ന് പറയാനായിട്ട് ഇതിന് കുറച്ച് വ്യത്യാസമാണ്. മുൻപ് ഓയിലാണ് എല്ലാം അവസാനിക്കുന്നത്, ഈ തുമി വരുന്ന നേരത്ത്. പക്ഷെ ഇവിടെ എയിലാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. നീ പറഞ്ഞു പറയാനായിട്ട് തുമി ബോലെച്ചിലേ. തുമി ബോലേച്ചിലേ. ആപ്നി ബോലേച്ചിലേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞു. ഇനി അവൻ പറഞ്ഞു എന്ന് പറയാനായിട്ട് ഷേ ബോലേച്ചിലോ. ഓക്കെ, ഇവിടെ ഓ വരും. അവൾ പറഞ്ഞു എന്ന് പറയാനായിട്ട് ഷേ ബോലേച്ചിലോ. പിന്നെ അവർ പറഞ്ഞു എന്ന് പറയാനായിട്ടും താര ബോലേച്ചിലോ. പിന്നെ അദ്ദേഹം പറഞ്ഞു പറയാനായിട്ട് തിനി ബോലേച്ചിലേൻ. ഓക്കെ, ആമ്ര അത് പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് പറയാനായിട്ടും ആമ്ര ബോലെച്ചിലാം. ഓക്കെ,
അപ്പൊ അങ്ങനെയാണ് പ്രശ്ന പെർഫെക്റ്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം എല്ലാം കഴിഞ്ഞു പറഞ്ഞു എന്ന് പറയാനായിട്ട്. ഇനി വരുന്നത് ചോദ്യങ്ങളാണ്. കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ ഈ വാ പോ എന്ന് പറയുന്ന ക്രിയകൾ പറഞ്ഞു തന്നായിരുന്നല്ലോ. അന്നേരം ചില വാക്കുകൾ ശരിക്കും ഉപയോഗത്തിലുള്ളതല്ല, അതായത് ലോജിക്കലി തെറ്റാണ്, പക്ഷേ ഗ്രാമാറ്റിക്കലി കറക്റ്റാണ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഒരു ഉദാഹരണത്തിന്, ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു, വാക്ക് എങ്ങനെയാണെന്ന്. ആമി കോതായ് ചാച്ചി. അത് ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, പക്ഷേ ലോജിക്കലി ശരിയല്ല. കാരണം നമ്മൾ ഒരാളോടും ചോദിക്കില്ല ഞാൻ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ മറ്റുള്ളവരോട് ചോദിക്കില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ചോദ്യങ്ങളിൽ എല്ലാം ലോജിക്കലും ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ ഉദാഹരണം വെച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യം നമുക്ക് ഭാവികാലം വെച്ച് തുടങ്ങാം. ഭാവികാലത്തിൽ ഞാൻ, ഓക്കെ, ഞാൻ എന്തു പറയും? അതിന് മുൻപായിട്ട് നമ്മൾ 2 ചോദ്യങ്ങൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഒന്ന് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, പിന്നെ കോതായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ. ഓക്കെ, ഈ 2 കോതായ് എന്ന് പറഞ്ഞ വാക്ക്, അതായത് ആ ചോദ്യവാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പറയും, ഞാൻ എവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ എവിടെ പറഞ്ഞു, അതൊന്നും അത്ര വലിയ ലോജിക്കലായിട്ട് ശരിയാവുന്നില്ല. പക്ഷെ എന്ത് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ എന്ത് പറയും, ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ എന്ത് പറഞ്ഞു, അവൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൾ എന്ത് പറഞ്ഞു, അവൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ കീ എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയൊക്കെ ഇതിൽ ഉപയോഗിക്കാം എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഭാവികാലത്തിൽ ഞാൻ എന്ത് പറയും, ഞാൻ എന്താ പറയേണ്ടത്, നമുക്ക് പറയാമല്ലോ. ആരെങ്കിലും നമ്മുടെ ചോദിക്കുകയാണ്, അപ്പം നമുക്കറിയാത്ത കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസിഷൻ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് പറയാം ഞാൻ എന്ത് പറയാനാ. ഓക്കെ, അതാണ് അമി കീ ബോൾബോ എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ. ഓക്കെ, ഞാൻ എന്ത് പറയാനാ. അടുത്തത് നീ എന്ത് പറയും. ഈ ഒരു സിറ്റുവേഷനിൽ നീ ആണെങ്കിൽ നീ എന്ത് പറയും. തുമി കീ ബോൾബേ. ഓക്കെ, തുമി കീ ബോൾബേ. താങ്കൾ എന്ത് പറയും എന്ന് പറയാനായിട്ട് ആപ്നി കീ ബോൾബേൻ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ആപ്നി ബോൾബേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പറയും, അതിന്റെ ഇടയിൽ കീ എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്ത് പറയും. ഓക്കെ, അത്ര സിമ്പിളാണ് ബംഗാളി. അടുത്തത് അവൻ എന്ത് പറയും എന്ന് പറയാനായിട്ട് ഷേ കീ ബോൾബേ. അവൾ എന്ത് പറയുന്നു പറയാനായിട്ടും ഷേ കീ ബോൾബേ. അവർ എന്ത് പറയുന്നു പറയാനായിട്ട് താരാ കീ ബോൾബേ. അദ്ദേഹം എന്ത് പറയുന്നു പറയാനായിട്ടും തിനി കീ ബോൾബേൻ. ഓക്കെ, അത്ര സിമ്പിളാണ്. ഭാവികാലം കഴിഞ്ഞു. ഇനി വർത്തമാനകാലം. വർത്തമാനകാലത്തിൽ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അത്രയും ലോജിക്കലായിട്ട് പറയാറില്ല. എന്നാൽ പോലും ഇപ്പം ഞാനിപ്പം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ, ഇപ്പൊ തന്നെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അമി കി ബോൾച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആമ്ര കി ബോൾച്ചി. ഞങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആമ്ര കി ബോൾച്ചി. ഇത് പറഞ്ഞപ്പോഴോർത്തെ ഞാൻ നേരത്തെ ആമ്ര എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചില്ല. ഓക്കെ, ആമ്ര കി ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ആമ്ര കി ബോൽബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയും. ഓക്കെ, അത് ഭാവികാലമായിരുന്നു, നേരത്തെ പറഞ്ഞില്ല, മിസ്സായി പോയതാണ്. ഓക്കെ, നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം. വർത്തമാനകാലത്തിൽ അമി കി ബോൾച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആമ്ര കി ബോൾച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീണ്ടും ആമ്ര കി ബോൾച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നീ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തുമി കി ബോൾച്ചോ. ഓക്കെ, തുമി കി ബോൾച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആപ്നി കി ബോൾച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അവൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാനായിട്ട് ഷേക്കി ബോൾച്ചേ. അവൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാനായിട്ട് ഷേക്കി ബോൾച്ചേ. വീണ്ടും ഇനി അവർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, താരാക്കി ബോൾച്ചേ. പിന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് തിനിക്കി ബോൾച്ചേൻ. ഓക്കെ, അങ്ങനെ വർത്തമാനകാലത്തിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞു. ഇനി ഭൂതകാലമാണ്. ഭൂതകാലത്തിൽ സിമ്പിൾ പാസ്റ്റും ഉണ്ട്, പിന്നെ പ്രസന്റ് പെർഫെക്റ്റും ഉണ്ട്. രണ്ടും കൂടി പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞേക്കാം. ഓക്കെ, ആദ്യം സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞുതരാം. ഞാൻ എന്താണ് പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് ലോജിക്കലായിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ നോക്ക്, ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതല്ലേ, ഞാൻ എന്താ പറഞ്ഞേ, നമ്മൾ ചോദിക്കില്ല അങ്ങനെ. ഓക്കെ, അങ്ങനെ ചോദിക്കാനുള്ള വാക്കാണ് അമിക്കി ബോലേച്ചി. ഞാൻ എന്താണ് പറഞ്ഞത്, പക്ഷെ നീ എന്താണ് ചെയ്തത്. ഓക്കെ, ആ ഒരു അർത്ഥത്തിൽ അമിക്കി ബോലേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറഞ്ഞത്. അല്ലെങ്കിൽ അമിക്കി ബോലേച്ചിലാം എന്ന് പറഞ്ഞാലും മതി. അമിക്കി ബോലേച്ചിലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പ്രസന്റ് പെർഫെക്റ്റ് ആണത്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോലേച്ചി അത്രയും പഠിച്ചാൽ മതി. അമിക്കി ബോലേച്ചി എന്ന് വെച്ചാൽ ഞാൻ എന്താണ് പറഞ്ഞത്, നീ എന്താണ് പറഞ്ഞത്. ഇപ്പൊ നമ്മളത് അയാൾ പറഞ്ഞ് നമ്മൾ കേട്ടില്ല എന്നെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ, നീ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാമല്ലോ. അതാണ് തുമിക്കി ബോലേച്ചോ എന്ന് വെച്ചാൽ നീ എന്താണ് പറഞ്ഞത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ തുമിക്കി ബോലേച്ചിലെ എന്ന് പറഞ്ഞാലും മതി.
എന്ന് വെച്ചാൽ പ്രസന്റ് പെർഫെക്റ്റിൽ. ഓക്കെ, ഞാൻ രണ്ടും കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആകുന്നില്ല, സിമ്പിൾ പാസ്റ്റ് മാത്രം പറയാം. ഓക്കെ, ഇനി താങ്കൾ എന്താണ് പറഞ്ഞത് പറയാനായിട്ട് ആപ്നി കി ബോലെ ചിലേൻ. ഓക്കെ, ആപ്നി കി ബോലെ ചിലേൻ എന്ന് വെച്ചാൽ താങ്കൾ എന്താണ് പറഞ്ഞത്. ഇനി അവൻ എന്താണ് പറഞ്ഞത് പറയാനായിട്ട് ഷേക്കി ബോലെ ചിലോ. ഓക്കെ, അവൻ എന്താണ് പറഞ്ഞത് ഷേക്കി ബോലെ ചിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൾ എന്താണ് പറഞ്ഞതെന്നും കൂടി അർത്ഥമുണ്ട്. ഇനി അവരെന്താണ് പറഞ്ഞു പറയാനായിട്ട് താരാക്കി ബോലെ ചിലോ എന്ന് വെച്ചാൽ അവരെന്താണ് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞു പറയാനായിട്ട് തിനിക്കി ബോലെ ചിലേൻ, തിനിക്കി ബോലെ ചിലേൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഭൂതകാലത്തിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് പറഞ്ഞത് എന്ന് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഭാവി കാലത്തിലും വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറഞ്ഞു, പറയും, അത് ആരാണെങ്കിലും സബ്ജക്ട് എന്താണെങ്കിലും. ഓക്കെ, അതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് പറയാൻ പോകുന്നത്, എന്തു പറയും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. ബംഗാളി ഭാഷ, അതായത് ഈ ബംഗ്ലാ ഭാഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് മറ്റുള്ള ഭാഷകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന നേരത്ത് കുറച്ചും കൂടി സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.